സർക്കാർ അസ്തമിച്ചു. ഇന്ത്യയിലെ പ്രധാനപ്പെട്ട പ്രതിപക്ഷ കക്ഷിയായിട്ടുള്ള കോൺഗ്രസിന്റെ ഭാഗത്തുനിന്നുണ്ടായിട്ടുള്ള ബ്ലണ്ടറാണ് മോഡിയെ തിരിച്ചു കൊണ്ടുവന്നതെന്ന് ഞാൻ ആദ്യമായിട്ട്, ഞാൻ ഇതുവരെ പറയാത്തതാണ്, ഞാൻ പറയുകയാണ്. രാമൻ നിങ്ങളുടെയല്ല, രാമൻ ഞങ്ങളുടെയാണ്, മഹാത്മാഗാന്ധിയുടെയാണ്. സ്നേഹത്തിന്റെ, അനുതാപത്തിന്റെ, സാഹോദര്യത്തിന്റെ രാമനാണ്. നിങ്ങൾക്കൊരു രാമനുണ്ട്. ആ രാമൻ എന്ന് പറയുന്നത് വെറുപ്പിന്റെയും വിദ്വേഷത്തിന്റെയും നാദൂരാമനാണ്. അന്ന് ഈ തിരുവനന്തപുരം കോർപ്പറേഷന്റെ അതിർത്തിയിൽ BJPക്ക് ലഭിച്ച വോട്ടുകളേക്കാൾ 47,000 വോട്ട് കുറവ് മാത്രമാണ് ഇക്കുറി ലഭിച്ചിരിക്കുന്നത്. നമ്മുടെ ശശി തരൂർ ഉൾപ്പെടെയുള്ള ആൾക്കാർ പഴയ RSS BJP അല്ല ഇന്നത്തെ എന്ന് പറയും. RSSന്റെ പ്രത്യയശാസ്ത്രത്തിൽ എന്തെങ്കിലും അണുവിട മാറ്റം വന്നിട്ടുണ്ട്? ഡൽഹിയിൽ ഒരു മുസ്ലിമിന് ഒരു വീട് വാടകയ്ക്ക് കിട്ടും. മുസ്ലിങ്ങൾ തിങ്ങിപ്പറക്കുന്ന സ്ഥലത്ത് മാത്രം. ഭരണഘടനയെ പറ്റി പറയുമ്പോൾ ഒരു കാര്യമുണ്ട്. ഒരു രാജ്യത്തെ ഭരണഘടനയെ നശിപ്പിക്കാൻ ഭരണഘടനാ ഭേദഗതികളിലൂടെ അതിനെ അട്ടിമറിക്കണമെന്ന് നിർബന്ധമില്ല. അതിനെ ബഹുമാനിക്കാത്തൊരു സർക്കാർ ഉണ്ടായാൽ മതി എന്ന് പറയാറുണ്ട്. അംബേദ്കറുടെ വാക്കുകൾ. അതെ. അപ്പോൾ ഈ നമ്മുടെ രാജ്യത്ത് ഇപ്പം നടക്കുന്ന കാര്യങ്ങൾ ഏതാണ്ട് നമുക്ക് ഇതിനോടാണ് കണക്ട് ചെയ്യാൻ പറ്റുക. ഇപ്പം ഭരണഘടന നമുക്ക് ഭരണഘടനാ ധാർമ്മികതയിലൂടെ ഉറപ്പ് തരുന്ന സുരക്ഷിതത്വങ്ങളോ ചട്ടക്കൂടോ നമുക്ക് ആക്സസ് ചെയ്യാൻ കഴിയുന്നില്ല. നിഷ്പക്ഷമായി പ്രവർത്തിക്കേണ്ട ഒരു മാധ്യമ സംഘം ഉണ്ടാവുക എന്ന് പറയുന്ന പിന്നത്തെ ഒരു സാധ്യതയും നമുക്ക് ഏറെക്കുറെ അടഞ്ഞു പോയിരിക്കുന്നു. വിജയകരമായിട്ട് ഇതിനെ പാർലമെന്റിൽ ഡിഫെൻഡ് ചെയ്യാൻ പ്രതിപക്ഷത്തിന് വലിയ തോതിൽ കഴിയുന്നില്ല. പിന്നെ എന്താണ് ഇന്ത്യക്ക് മുന്നോട്ടുള്ള മാർഗം? നമുക്ക് എങ്ങനെയാണ് ഈ പ്രശ്നത്തിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിയുക? അപ്പം അതിൻ്റെ ഗ്രാവിറ്റി ആളുകൾ മനസ്സിലാക്കാൻ എന്താണ് നമുക്ക് ചെയ്യാൻ പറ്റുക? സങ്കീർണമായ രാഷ്ട്രീയമാണ്. സങ്കീർണമായ രാഷ്ട്രീയത്തിലൂടെ ഇന്ത്യ കടന്നു പോകുമ്പോൾ അതിൻ്റെ മറുവശവും സങ്കീർണമായിരിക്കും. അപ്പം ഒറ്റമൂലിയൊന്നും ഇനിയില്ല. കാരണം ചിലപ്പോൾ പല ആൾക്കാർ എന്നോട് ചോദിക്കാറുണ്ട്, ഇതെങ്ങനെ നമുക്ക് ശരിയാക്കിയെടുക്കുമെന്ന്. എൻ്റെ അടുത്ത് ഒറ്റമൂലി ഇല്ല. ആക്ച്വലി ഒറ്റമൂലി ആർക്കും ഇല്ല. ഇതൊരു സാമൂഹ്യ ശാസ്ത്രമാണല്ലോ. എങ്ങനെയാണ് നമ്മൾ മുമ്പോട്ട് പോകേണ്ടതെന്നുള്ളത് പലതരത്തിലുള്ള ആശയങ്ങൾ തമ്മിൽ സമ്മതിക്കുകയും സമന്വയിക്കുകയും ചെയ്യുമ്പോഴാണ് എൻ്റെ ഒരു സംഭവം പറയുന്നത്. ഇപ്പം ഭരണഘടനയെക്കുറിച്ച് അംബേദ്കർ പറഞ്ഞാണ് സംഗീതം പറഞ്ഞത്. അതായത് എത്രയോ നല്ല ഭരണഘടനയാണെങ്കിലും മോശപ്പെട്ട ആൾക്കാരെ കിട്ടിയിട്ട് ഒരു കാര്യമില്ല. രാജ്യം പോയി. പുതാൻ പറഞ്ഞാൽ ഇപ്പം നമ്മുടെ ഈ പറഞ്ഞ ഇക്വാളിറ്റി ബിഫോർ ലോ, ഫ്രീഡം ഓഫ് സ്പീച്ച് ആൻഡ് എക്സ്പ്രഷൻ, നിങ്ങൾക്ക് പറയാനും പ്രവർത്തിക്കാനുമുള്ള എക്സ്പ്രസ് ചെയ്യാനുള്ളത്, എന്തിനെ നിങ്ങൾക്ക് റൈറ്റ് ടു ഹാവ് യുവർ ഫെയ്ത്ത്, നിങ്ങളുടെ വിശ്വാസം നിങ്ങൾക്ക് മുറുകെ പിടിക്കാനുള്ള അവകാശം, നിങ്ങൾക്കത് പ്രചരിപ്പിക്കാനുള്ള അവകാശം. അപ്പം 15, 16, 19, 25, 21 ഏത് ഫണ്ടമെന്റൽ റൈറ്റ് എടുത്താലും ഏതെങ്കിലും റൈറ്റിൽ നിന്ന് സുരക്ഷിതമാണോ? അല്ല, ഇല്ല. ഉദാഹരണം, നമ്മുടെ ഛത്തീസ്ഗഡിൽ 2 കന്യാസ്ത്രീകളെ അറസ്റ്റ് ചെയ്യപ്പെട്ടപ്പോൾ ഞാൻ പോയതാണ്. അവർ പാവപ്പെട്ട 2 പെൺകുട്ടികൾക്ക് ജോലി കൊടുക്കാൻ വേണ്ടിയിട്ട് അവരെ കൊണ്ടുപോവുകയാണ്. പ്രായപൂർത്തിയായി അവർ വാവിട്ട് കരഞ്ഞ് പറയുന്നുണ്ട്, ഞങ്ങളുടെ സ്വന്തം ഇഷ്ടപ്രകാരം പോകുന്നതാണ്. സമ്മതിക്കില്ല. ആൾക്കൂട്ട വിചാരണകളിലേക്ക് നമ്മുടെ രാജ്യം കടന്നു പോവുകയാണ്. ഇപ്പോൾ ഇപ്പം കഴിഞ്ഞ ആഴ്ചയിലൊക്കെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത ഉണ്ടായത് എങ്ങനെയാണ്? അക്കലാക്ക് എന്ന് പറഞ്ഞ ഒരാളുടെ വീട്ടിൽ മട്ടൺ വെച്ചിട്ട് അത് ബീഫാന്നും പറഞ്ഞ് അയാളെ പിടിച്ചിറക്കി വെച്ചിട്ട് ഇവർ ലിഞ്ച് ചെയ്ത് കളഞ്ഞു, കൊന്നു കളഞ്ഞു. ആ കേസ് വിടണം എന്ന് പറഞ്ഞ് പ്രോസിക്യൂഷനാ കോടതി പോകുന്നു. അപ്പോൾ നമ്മുടെ ഈ പറഞ്ഞ റൂൾ ഓഫ് ലോ തന്നെ, നീതി നിർവഹണം തന്നെ ചോദ്യം ചെയ്യപ്പെടുന്ന ഒരു ഘട്ടമാണ്. ഏറ്റവും സങ്കീർണം. എൻ്റെ ഒരു അഭിപ്രായത്തിൽ അടിയന്തരാവസ്ഥ പോലും ഇത്രയും രൗദ്രമായിരുന്നില്ല. അടിയന്തരാവസ്ഥക്കാലത്തൊന്നും നമുക്ക് പ്രഖ്യാപിത അവസ്ഥയുണ്ട് എന്നുള്ളത്. പക്ഷേ ഞാൻ വായിച്ചറിഞ്ഞ അടിയന്തരാവസ്ഥയെ അപേക്ഷിച്ച് എത്രയോ രൗദ്രതയാർന്നതാണിത്. ഇത് നമ്മൾ അറിയാത്തൊരു നിശബ്ദ, അന്ന് കോടതികളും സ്ഥാപനങ്ങളൊക്കെ എന്തിനാ മാധ്യമങ്ങൾ പോലും ചേർത്ത് നിന്നൊരു ഘട്ടമുണ്ട്. എത്രയോ മാധ്യമങ്ങൾ ചേർത്ത് നിന്നു. പക്ഷെ ഇന്ന് അന്നത്തെ അടിയന്തരാവസ്ഥയേക്കാൾ ഭീകരമായിട്ടുള്ള ഒരു സാമൂഹ്യ രാഷ്ട്രീയ അന്തരീക്ഷം നിലനിൽക്കുന്ന ഒരു അപ്രഖ്യാപിത അടിയന്തരാവസ്ഥയുടെ ഘട്ടത്തിലേക്ക് രാജ്യം പ്രവേശിച്ചു എന്നുള്ള കാര്യത്തിൽ എനിക്ക് യാതൊരു തർക്കമില്ല. നമുക്കതിനെ പ്രതിരോധിക്കാനായിട്ട് ഒന്നും ചെയ്യാനും ഇല്ല എന്നുള്ളതാണ്. ചെയ്യാനുണ്ട്. ഞാൻ പറഞ്ഞല്ലോ, ഇപ്പോൾ ഞാനൊരു പെർപെച്വൽ ഓപ്റ്റിമിസ്റ്റാണ്, സത്യസന്ധമായി പറ. പലരും ഇപ്പം ഇതൊക്കെ എന്നോട് പലരും ഇതൊക്കെ അതെല്ലാം പോയി ഭയങ്കര ഗ്ലൂമി ആയിട്ടുള്ള പെയിൻറ്റിങ് എ വെരി പെയിൽ സിറ്റുവേഷൻ. പക്ഷെ ഞാനെപ്പോഴും പറയാറുണ്ട്, ഇല്ല, എനിക്ക് ഭയങ്കര ആത്മവിശ്വാസം. എന്താ കാരണം എന്ന് വെച്ചാൽ നമ്മുടെ ജനങ്ങളുടെ ആ ഒരു പ്രതിരോധത്തിൽ ഞാൻ വിശ്വസിക്കുന്നുണ്ട്. ഇപ്പം നമ്മൾ തെന്നി പോകുന്നുണ്ടെങ്കിൽ പോലും എപ്പോഴെങ്കിലും നമ്മുടെ ജനത ഉയർത്തെഴുന്നേക്കുമെന്നുള്ള ഒരു ആത്മവിശ്വാസം എനിക്കുണ്ട്. ഇപ്പോൾ ഞാനൊക്കെ പാർലമെൻറ്റിൽ പ്രസംഗിക്കുമ്പോഴൊക്കെ എൻ്റെ അടുത്ത് ഈ കോൺഗ്രസ്സുകാരും ഒന്ന് പറയാറുണ്ട്, വലിയ നേതാക്കന്മാർ,
ഇപ്പം ഞാൻ പാർലമെൻറ്റിൽ ഈ പ്രാണപ്രതിഷ്ഠ, അയോധ്യ പ്രാണപ്രതിഷ്ഠ കഴിഞ്ഞപ്പോൾ ഞാൻ ഒരു പ്രസംഗം നടത്തി. ആ പ്രസംഗം വൈറലായി പോയ ഒരു പ്രസംഗമാണ്. അതായത് രാമൻ നിങ്ങളുടെ അല്ല, രാമൻ ഞങ്ങളുടെയാണ്, മഹാത്മാഗാന്ധിയുടെയാണ്. സ്നേഹത്തിൻ്റെ, അനുതാപത്തിൻ്റെ, സാഹോദര്യത്തിൻ്റെ രാമനാണ്. നിങ്ങൾക്കൊരു രാമനുണ്ട്. ആ രാമൻ എന്ന് പറയുന്നത് വെറുപ്പിൻ്റെയും വിദ്വേഷത്തിൻ്റെയും നാദൂരാമനാണ്. അതിൻ്റെ പിന്നീട് ഞാൻ കൂട്ടിച്ചേർത്തു, സാധാരണ ഇതിൽ അമ്പലത്തെക്കുറിച്ചൊക്കെ നമ്മൾ പറയാൻ പാടുണ്ടോ എന്നൊക്കെ ചർച്ച ചെയ്ത് ഞാൻ പറഞ്ഞു, നിങ്ങളുടെ പണി പ്രാണപ്രതിഷ്ഠ നഗലല്ല. നിങ്ങൾ ഇന്ത്യൻ പ്രധാനമന്ത്രിയാ, അവിടെ എല്ലാവരും ഉണ്ട്, ഇവരെല്ലാം ഇരിക്കുമ്പോഴാണ് പറയുന്നേ. ജനത്തിന് പ്രാണം കൊടുക്കലാണ് നിങ്ങളുടെ ഉത്തരവാദിത്വം. മണിപ്പൂരിൽ ജനം പിടഞ്ഞു വീഴുമ്പോൾ അങ്ങോട്ട് തിരിഞ്ഞു പോകാതെ ദൈവങ്ങൾക്ക് പ്രാണം കൊടുക്കാൻ പോകുന്നതല്ല നിങ്ങളുടെ ഉത്തരവാദിത്വം എന്ന് ഞാൻ തെളിച്ച് പറഞ്ഞു. അത് കഴിഞ്ഞ് ഞാൻ ഇരുന്ന് കഴിഞ്ഞപ്പോൾ 2 കോൺഗ്രസ് നേതാക്കന്മാർ എന്നെ വിളിച്ചു പറയാം, ബ്രിട്ടാസെ അങ്ങനെയൊന്നും പറയരുത്, അവർ വളരെ അപകടകാരികളാണ്, ഒന്ന് മയത്തിൽ പറയണം. ഭയമാണ് ഇവർക്ക്, ഭയമാണ്. പക്ഷെ അങ്ങനെ ഭയന്ന് നിന്നാൽ ഈ രാജ്യത്തിലെ സാധാരണക്കാരായ ജനങ്ങളെ പ്രചോദിപ്പിക്കാൻ വേണ്ടി ആരുമില്ലാതായി പോകും. നമ്മളൊക്കെ ചെറിയ ആൾക്കാരാണ്. ഒരുപക്ഷെ പാർലമെൻറ്റിലൊക്കെ വലിയ വലിയ താപ്പാനകളെ അല്ലെങ്കിൽ വലിയ വലിയ വ്യക്തിത്വങ്ങളെ അപേക്ഷിച്ച് ഞാനൊക്കെ ഒരു എന്താ പറയുക, പുൽക്കുടിയ അല്ലെങ്കിൽ ഒരു പെബിള, മണൽത്തരിയാണ്. പക്ഷേ ഞാൻ വിശ്വസിക്കുന്നുണ്ട്, ഇങ്ങനെ ഒരുപാട് മണൽത്തരികൾ ഒരുമിച്ച് ചേരുമ്പോഴാണ് ഒരു പ്രതിരോധം തീർക്കപ്പെടുന്നതെന്നും അത് ചരിത്രം നമുക്ക് ഒരു ചരിത്ര വിദ്യാർത്ഥി എന്നതിൽ ഞാൻ പഠിക്കുന്നുണ്ട്. അപ്പോൾ ആർക്കും നമുക്ക് നമ്മുടെ ഉള്ളിലുള്ള ആ ഒരു ആത്മവീര്യവും ആത്മവിശ്വാസവും പ്രതീക്ഷയും ഒക്കെ നമുക്ക് നഷ്ടപ്പെട്ടാൽ പിന്നെ നമ്മളെ ആശ്രയിച്ച് നിൽക്കുന്ന പേരില്ലാത്ത അല്ലെങ്കിൽ രൂപമില്ലാത്ത എത്രയോ ആൾക്കാരുണ്ട് എന്നുള്ള കാര്യം നമ്മൾ തിരിച്ചറിയണം. മാത്രമല്ല, ചരിത്രം ഒരിക്കലും ഇതുപോലുള്ള ഫാസിസ്റ്റുകൾക്ക് ആത്യന്തികമായിട്ട് സുരക്ഷ ഒരുക്കിയിട്ടില്ല. അവരൊക്കെ എനിക്ക് കടപുഴകപ്പെട്ടിട്ടുണ്ട്. ഇവിടെ നമ്മളൊരു ഞാൻ പറയുന്നത് വളരെ ഉപരിപ്ലവമായി തന്നെ നിങ്ങൾ ഈ രാജ്യത്ത് എന്ത് നടക്കുന്നു എന്ന് പരിശോധിച്ചിട്ടുണ്ടെങ്കിൽ, ഹങ്കർ ഇൻഡെക്സിൽ ലോകത്ത് ഏറ്റവും മോശമായിട്ട് ഫെയർ ചെയ്യുന്ന ഒരു രാജ്യമാവുന്നു. നിങ്ങൾ ഇവിടുത്തെ ഡെമോക്രസി ഇൻഡെക്സിൽ നിങ്ങളൊരു തിരഞ്ഞെടുക്കപ്പെട്ട ഏകാധിപത്യമാണ് എന്ന് പച്ചയ്ക്ക് പറയുന്ന സാഹചര്യമുണ്ട്. പ്രസ് ഫ്രീഡം ഇൻഡെക്സിൽ നമ്മളെ ഒരു ഏകാധിപത്യ രാജ്യത്തിന് തുല്യമായ സാഹചര്യത്തിലേക്ക് പോകുന്നു. അതേപോലെ തന്നെ ചങ്ങാത്ത മുതലാളിത്തം അതിൻ്റെ പീക്കിലാണ്. അതായത് ഇതിനൊന്നും നിങ്ങൾക്ക് ഒരുപാട് ദൂരം ഒന്നും പോകേണ്ട, വളരെ പെരിഫറലായ അനാലിസിസിൽ നിങ്ങൾക്ക് മനസ്സിലാക്കാവുന്ന കാര്യമാണ്. ഈ അടുത്ത കാലത്ത് അങ്ങ് ശ്രദ്ധിച്ചിട്ടുണ്ടോ, അങ്ങ് 100% ഇൻഷുറൻസ് മേഖലയിൽ വിദേശ നിക്ഷേപം കൊണ്ടുവന്നപ്പോൾ LICയുടെ ഭാവിയെപ്പറ്റി രാജ്യസഭയിൽ ആശങ്കപ്പെട്ട ഒരാളാണ്. ജനങ്ങളുടെ പണം പിരിച്ചിട്ടുള്ള LIC എന്താണ് ചെയ്യുന്നതെന്ന് നോക്കിയാൽ അവർ ഇന്ത്യയിലെ വ്യവസായ ഭീമന്മാർക്ക് ബെയിൽ ഔട്ട് പാക്കേജുകൾ ഒരുക്കാണ്. അത് അവിടെ കൊണ്ട് അവസാനിക്കുന്നില്ല എന്നുള്ളതാണ്. അതായത് 2022 ശേഷം ഏറ്റവും കൂടുതൽ ഈ അദാനി കോർപ്പറേഷനിലും അംബാനി കോർപ്പറേഷനിലും ഷെയർ ഹോൾഡ് ചെയ്യുന്ന, പബ്ലിക് ഷെയർ ഹോൾഡ് ചെയ്യുന്ന LIC അവരുടെ ഒരു ബോർഡ് റെസൊല്യൂഷനുകളെ പോലും എതിർത്തിട്ടില്ല എന്ന് പറയുന്ന അതിഗുരുതരമായൊരു സാഹചര്യമുണ്ട്. അതായത് കച്ചവടത്തിൻ്റെ ഏറ്റവും നേരിട്ടുള്ള കാര്യത്തിൽ എന്ത് ചെയ്യുകയാണ്, പൊതുജനങ്ങളുടെ പണം ഉപയോഗിച്ചൊരു സർക്കാർ ഇടപെടുകയാണ്. അപ്പം ഞാൻ ചോദിക്കുന്നത്, എല്ലാ LICയുടെ റീജിയണൽ ഓഫീസുകളും പിക്കറ്റ് ചെയ്യാനുള്ള ബാധ്യതയെങ്കിലും ഇവിടുത്തെ പ്രതിപക്ഷത്തിനില്ലേ? അല്ലെങ്കിൽ ആ തരത്തിലുള്ള രാഷ്ട്രീയ പ്രവർത്തനം എവിടെയാണ് പോയിരിക്കുന്നത്? അതിന് തർക്കമൊന്നുമില്ല. ഞാനിപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ, ഇപ്പം പ്രതിപക്ഷം ചെയ്യുന്ന കാര്യങ്ങൾ ഇതുപോലെ ചെയ്യുന്നതാണ് അഭികാമ്യം എന്ന് വിശ്വസിക്കുന്ന ഒരാളല്ല ഞാൻ. കുറേയും കൂടി കരുത്തോടെ, കുറേയും കൂടി രോഷത്തോടു കൂടി, കുറേയും കൂടി ആർജവത്തോടു കൂടി രംഗത്ത് വരേണ്ട ഒരു സാഹചര്യമാണ് ഇന്ത്യയിലുള്ളതെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ്. എനിക്ക് കഴിയാവുന്ന രീതിയിൽ ഞാൻ പലയിടത്തും പോകാറുണ്ട്. ഇപ്പം ഞാനൊക്കെ മണിപ്പൂരായാലും ഛത്തീസ്ഗഡ് ആണെങ്കിലും കാശ്മീരാണേലും UP-യിലാണേലും ഇവിടെയൊക്കെ പോകുന്ന ഒരാളാണ് ഞാൻ. എന്നോട് ആരും പ്രത്യേകിച്ച് പറഞ്ഞിട്ടോ നിർദ്ദേശിച്ചിട്ടോ അല്ല. ഒരു പൊതുപ്രവർത്തകനിൽ നിക്ഷിപ്തമായിരിക്കുന്ന ഒരു ഉത്തരവാദിത്തത്തിൻ്റെ ഭാഗമായിട്ടാണ് ഇത് പല സ്ഥലങ്ങളിലും ഞാൻ പോകുന്നത്. ഇപ്പം ഞാൻ പറഞ്ഞല്ലോ, ഒരു 1.5 ലക്ഷം ആൾക്കാർ കുടിയൊഴിപ്പിക്കപ്പെടുന്ന ഒരു പോളാവരം പദ്ധതിയുടെ വൃഷ്ടിപ്രദേശത്ത് ഞാൻ 2-3 ദിവസം ഞാൻ അവിടെ മറ്റേ സഹാവ് MA ബേബി ഉണ്ടായിരുന്നു. ഞങ്ങളവിടെ ആദിവാസികളുടെ കൂടെയായിരുന്നു. അപ്പം ഇതൊന്നും പ്രത്യേകിച്ച് ആരും നിർബന്ധിച്ചിട്ട് പോകുന്നതല്ല. അപ്പം നമ്മളെ കഴിയുന്ന രീതിയിൽ ഒരു ചെറിയ ഒരു കൈത്തറി കത്തിക്കുക എന്നുള്ളതാണ്. പക്ഷേ ഇതൊക്കെ പറയുമ്പോഴും സംഘടിതമായി പ്രതിപക്ഷം കുറേയും കൂടി ശക്തമായിട്ട് മുന്നോട്ട് പോകണം എന്നുള്ള കാര്യത്തിൽ എനിക്ക് യാതൊരു തർക്കമില്ല. ഇപ്പോൾ എൻ്റെ മനസ്സിലേക്കുള്ള പ്രതീക്ഷയുടെ വീതികൾ ഞാൻ പറയട്ടെ. അതായത് ഇതേ മാധ്യമങ്ങൾ, അല്ലെങ്കിൽ ഞാൻ സംഗീതനെ അതിനകത്ത് പ്രതിസ്ഥാനത്ത് നിർത്താൻ വേണ്ടിയിട്ടല്ല, പക്ഷെ ഒരു സ്പെസിഫിനായിട്ട് ഞാൻ കണ്ടിട്ട് ഞാൻ പറയട്ടെ. ഈ അയോധ്യ പ്രാണപ്രതിഷ്ഠ കഴിയുമ്പോൾ മോഡി ഉയർത്തിയൊരു മുദ്രാവാക്യമുണ്ട്, 400 പാർ, 400ൻ്റെ മുകളിൽ എന്ന്. അന്ന് ഒരുമാതിരിപ്പെട്ട എല്ലാ മാധ്യമങ്ങളും 400 പാർ അവരുടെ വാർത്തകളിലൂടെ പ്രതിധ്വനിപ്പിച്ചു.
ഇന്ത്യക്കാരൻ എന്താ ചെയ്ത് 240 കൊണ്ട് ഇത് നിർത്തി. ഞാൻ ഒറ്റ കാര്യം പറയട്ടെ, ഇത് ഞാൻ പറയാൻ പാടണമെന്ന് എനിക്കറിയില്ല. അപ്പം ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കോൺഗ്രസ് വിരുദ്ധനാവും. അന്ന് ഇന്ത്യ അലയൻസിലുണ്ടായിരുന്ന ഒരു പാർട്ടിയാണ് നിതീഷ് കുമാറിൻ്റെ JDU. ഞങ്ങളുടെ പരേതനായ മരിച്ചുപോയ സീതാറാം യെച്ചൂരി, അദ്ദേഹമായിട്ടും വളരെ അടുത്ത ബന്ധമുണ്ടായിരുന്ന ഒരാളാണ്, എൻ്റെ നേതാവായിരുന്നു. അദ്ദേഹം പലതവണ കോൺഗ്രസ് ലീഡർഷിപ്പിനോട് പറഞ്ഞു, നിതീഷ് കുമാറിനെ കൺവീനറാക്കി അദ്ദേഹത്തിന് ഇവിടെ ഉറപ്പിച്ച് നിർത്തണമെന്ന്. അവർ കിടന്ന് ഉഴപ്പിക്കളിച്ചു. മമതയ്ക്ക് ഇഷ്ടാവില്ല, ഞങ്ങൾക്ക് ഇഷ്ടാവില്ല. നിതീഷ് കുമാർ തന്നെ അവരോട് പറഞ്ഞു, ഞാൻ കൺവീനറാണെന്ന് വിചാരിച്ചിട്ട് അടുത്ത പ്രധാനമന്ത്രിയാണെന്നൊന്നുമില്ല, നിങ്ങൾ തന്നെ എടുത്തോളൂ. പക്ഷേ ഇതൊരു വ്യക്തമായ ഒരു സംഘടനാ ധാരണയുള്ളൊരു അലയൻസായിട്ട് മുമ്പോട്ട് പോകണം. അവസാനം അയാൾ പറഞ്ഞു ഇതൊന്നും ഇവരുടെ കീഴിലൊന്നും നടക്കാൻ പറ്റില്ലെന്ന് അയാൾ തിരിച്ച് ബി ജെ പി മുന്നിലേക്ക്. ഒന്ന് ചിന്തിച്ചു നോക്ക്, നിതീഷ് കുമാറിൻ്റെ പാർട്ടി അന്ന് ഇന്ത്യ അലയൻസിൻ്റെ ഭാഗമായിരുന്നെങ്കിൽ ഇവരുടെ അംഗസംഖ്യ 200-ലേക്ക് താഴെ വന്നേനെ. മോഡി സർക്കാർ അസ്തമിച്ചേനെ. ഇന്ത്യയിലെ പ്രധാനപ്പെട്ട പ്രതിപക്ഷ കക്ഷിയായിട്ടുള്ള കോൺഗ്രസിൻ്റെ ഭാഗത്തുനിന്നുണ്ടായിട്ടുള്ള ബ്ലണ്ടറാണ് മോഡിയെ തിരിച്ചു കൊണ്ടുവന്നതെന്ന് ഞാൻ ആദ്യമായിട്ട്, ഞാൻ ഇതുവരെ പറയാത്തതാണ്, ഞാൻ പറയുകയാണ്. ഈ കാര്യം ശരിയാണോ എന്നുള്ള കാര്യം JDUവിൻ്റെയും കോൺഗ്രസിൻ്റെയും ഇടതുപക്ഷത്തിൻ്റെയും മറ്റ് പ്രതിപക്ഷ നേതാക്കളോടും നിങ്ങൾ ചോദിച്ചു നോക്കുക. ശരിയല്ലെന്ന് പറഞ്ഞാൽ ഞാൻ പിൻവലിക്കാം, ശരിയാണെന്ന് എനിക്ക് ഉത്തമ ബോധ്യത്തോടുകൂടിയാണ് പറഞ്ഞു. ഒന്നും കൂടി ഞാൻ പറയാം, ഇന്ത്യയിലെ മാധ്യമങ്ങൾ ഈ 400 പാറിൽ ഇങ്ങനെ വിലയം പ്രാപിച്ച് അതിൻ്റെ പ്രതിധ്വനിയായിട്ട് മുന്നോട്ട് പോകുന്ന സമയത്ത് അവരുടെ ഭാഗത്തൊരു സെംബ്ലൻസ് ഓഫ് ഒബ്ജക്റ്റിവിറ്റി, ന്യൂട്രലൊന്നും ആകണ്ട, പക്ഷപാതത്തിൻ്റെ ആ കനത്ത പാളിയിലൊരു കുറവ് വരുത്തിയിരുന്നെങ്കിലും ഒരു 20 സീറ്റും കൂടി BJP നഷ്ടപ്പെടുമായിരുന്നില്ലേ? 160, 170 വന്ന് നിന്നേനെ. നോക്കുക, ഇത്രയൊക്കെ ഉണ്ടായിട്ട് പോലും BJPക്ക് ഭൂരിപക്ഷം കിട്ടിയില്ല എന്നുള്ളതാണ് അതിനകത്തെ യഥാർത്ഥ സാഹചര്യം. അപ്പം ഞാനിത് പറയാൻ കാരണം എന്ന് വെച്ചാൽ, നമ്മൾ രാഷ്ട്രീയ വിദ്യാർത്ഥിക്കൊപ്പം ചരിത്ര വിദ്യാർത്ഥിയും കൂടി ആകുമ്പോൾ പല തിരിച്ചറിവുകളും നമുക്ക് ലഭിക്കും. ഇതൊക്കെ പാഠങ്ങളായി ഉൾക്കൊണ്ടുകൊണ്ട് ഭാവിയിലേക്കുള്ള കാര്യപരിപാടിയിൽ മാറ്റം വരുത്താൻ ഇന്ത്യയിലെ പ്രതിപക്ഷം തയ്യാറാകണമെന്നുള്ളൊരു അഭ്യർത്ഥന കൂടി എനിക്കിതിനകത്തുണ്ട്. എന്താ കാരണം എന്ന് വെച്ചാൽ, ഇതുപോലെ വിഷലിപ്തമായിട്ടുള്ളൊരു ഭരണകൂടത്തെ താഴ്ത്തിറക്കണമെങ്കിൽ നമ്മൾ ചിന്തിക്കാത്ത തരത്തിലുള്ള സുസജ്ജമായിട്ടുള്ള ഒരു സംവിധാനം പ്രതിപക്ഷ നിരയുടെ ഭാഗമായിട്ട് ഉയർന്നു വരണം. അവിടെ ഈ നീക്കുപോക്കുകളും സന്ധിയിലും പറ്റില്ല. തേയില സൽക്കാരം കൊണ്ടൊന്നും ഒരിക്കലും പറ്റില്ല. അതിശക്തമായ പ്രതിരോധം കൊണ്ടും സമരം കൊണ്ടും പ്രതിഷേധം കൊണ്ടും മാത്രമേ ഈ പ്രതിപക്ഷത്തെ സജ്ജമാക്കാൻ പറ്റൂ എന്നുള്ള ഒരു വിശ്വാസക്കാരനാണ് ഞാൻ. ഇപ്പോൾ കേരളത്തിൻ്റെ ഒരു സവിശേഷ സാഹചര്യത്തിൽ ഇപ്പോഴത്തെ ഒരു രാഷ്ട്രീയ സാഹചര്യത്തിൽ കേരളത്തിൻ്റെ സർക്കാർ ഒരുപാട് കാര്യങ്ങൾ, അതായത് വെൽഫെയറിസ്റ്റായ ഒരുപാട് കാര്യങ്ങൾ ചെയ്തു എന്ന് അവകാശപ്പെടുന്ന ഒരു സർക്കാരാണ്. അപ്പോൾ അത് നമുക്ക് സ്റ്റാറ്റിസ്റ്റിക്കലി ഡാറ്റാബേസ് ചെയ്ത് നമ്മുടെ മുമ്പിലുള്ള കാര്യങ്ങളാണ്. പക്ഷെ അപ്പോഴും ഈ കാര്യങ്ങളെല്ലാം മുന്നിൽ, അതും തൊട്ട് മുമ്പ് ഒരു 3 മാസം മുമ്പാണ് നമ്മൾ എന്ത് ചെയ്തിട്ടുള്ളത്, ഇതിനകത്ത് ഏറ്റവും വിപ്ലവകരമായ പ്രഖ്യാപനങ്ങളിലേക്കൊക്കെ പോയത്. അങ്ങനെ ഉണ്ടായിരിക്കുന്ന സാഹചര്യത്തിലും എന്തായിരിക്കും കേരളത്തിൽ ഒരു തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷത്തിനൊരു, പ്രത്യേകിച്ചും ഇടതുപക്ഷത്തിൻ്റെ ഒരു ഫോർട്ടയാണ്, ഒരു സ്ട്രോങ് ഹോൾഡാണ് പഞ്ചായത്ത് തെരഞ്ഞെടുപ്പുകൾ എന്ന് പറയുന്നത്. അപ്പോൾ അവിടെ ഇടതുപക്ഷത്തിന് പിന്നോക്കം പോകേണ്ട ഒരു സാഹചര്യം, ആ രാഷ്ട്രീയ സാഹചര്യം എങ്ങനെ ഉണ്ടായതാണെന്ന് അങ്ങേക്ക് വിശദീകരിക്കാൻ പറ്റുന്നുണ്ടോ? ഇതിനകത്ത് ഇപ്പം തിരുവനന്തപുരം കോർപ്പറേഷൻ ഇല്ല, ഈ BJP വലിയ ഐതിഹാസികമായ വിജയം നേടിയെന്നും പറഞ്ഞിട്ട് പ്രധാനമന്ത്രി ഉൾപ്പെടെയുള്ള ആൾക്കാർ ട്വീറ്റ് ചെയ്യുന്നു, 2 ട്വീറ്റ് ചെയ്യുന്നു. അന്ന് ഞാനൊരു ട്വീറ്റ് ഇട്ടിരുന്നു എക്സിൽ. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ BJP തിരുവനന്തപുരം മണ്ഡലത്തിൽ തോറ്റു. അന്ന് ഈ തിരുവനന്തപുരം കോർപ്പറേഷൻ്റെ അതിർത്തിയിൽ BJPക്ക് ലഭിച്ച വോട്ടുകളേക്കാൾ 47,000 വോട്ട് കുറവ് മാത്രമാണ് ഇക്കുറി ലഭിച്ചിരിക്കുന്നത്. UDFും LDFും BJPയും കൂടെ എടുത്തു കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ വോട്ടുള്ളത് LDFിനാണ്. തോറ്റു എന്നുള്ള കാര്യം തർക്കമില്ല. പക്ഷേ ഓവറോൾ വോട്ടിൻ്റെ പെർസെൻറ്റേജ് എടുക്കുകയാണെങ്കിൽ ഫസ്റ്റ് LDF തന്നെയാണ് തിരുവനന്തപുരം കോർപ്പറേഷനിൽ നിൽക്കും. പിന്നെ ഈ കോർപ്പറേഷനുകളും അല്ലെങ്കിൽ പഞ്ചായത്തുകളും സംഭവിക്കുന്നൊരു കാര്യം, ഞാൻ ഇതെൻ്റെ വ്യക്തിപരമായ നിരീക്ഷണമായിരുന്നു. പ്രത്യേകിച്ച് എന്നോടൊപ്പം ഏതെങ്കിലും പാർട്ടിയുടെ വേദി ഇതിനെ അംഗീകരിച്ചിട്ടുണ്ടോ, ഇതിന് നിദാനമായിട്ടുള്ള സ്ഥിതിവിവരക്കണക്കുകൾ എന്താണ് എന്നൊക്കെ ചോദിക്കുമ്പോൾ പോലും എനിക്കത് പെട്ടെന്ന് പറയാൻ പറ്റില്ലെങ്കിൽ പോലും എൻ്റെ ഒരു നിരീക്ഷണമായിട്ട് കേരളത്തിലെ ബഹുഭൂരിപക്ഷം തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളും ഇടതുപക്ഷത്തിൻ്റെതായിരുന്നു. അവിടെ ഒരു ആൻറ്റി ഇൻകംബൻസി ഉണ്ടായിട്ടുണ്ട്.
അവിടെ ഒരു ആൻറ്റി ഇൻകംബൻസി പ്രാദേശികമായിട്ട് ആ പ്രാദേശികമായിട്ടുള്ള ഒരു ആൻറ്റി ഇൻകംബൻസി ഇടതുപക്ഷത്തെ ബാധിച്ചിട്ടുണ്ട്. പക്ഷെ ഞാൻ ഇപ്പോഴും ഉറച്ചു വിശ്വസിക്കുന്നുണ്ട്, അതായത് നല്ലൊരു രീതിയിൽ ഉണർന്ന് പ്രവർത്തിക്കാൻ പറ്റുവാണെങ്കിൽ നിയമസഭാ തലത്തിൽ കുറേയും കൂടെ ശ്രദ്ധേയമായിട്ടുള്ള വിജയം കൈവരിക്കാൻ ഇടതുപക്ഷത്തിന് കഴിയും. എന്താ കാരണം എന്ന് വെച്ചാൽ ഓരോ മണ്ഡലങ്ങൾ എടുക്കുക. ഇപ്പം ഞാൻ ഒരു ഉദാഹരണം പറയാം. തിരുവനന്തപുരത്ത് നിയമവും വട്ടിയൂർക്കാവും ഒക്കെ ഇടതുപക്ഷം പുറകില്ല. പക്ഷേ ഈ മണ്ഡലങ്ങളിലൊക്കെ ഇപ്പോഴത്തെ നിയമസഭാ സാമാജികർ അവർ രംഗത്തേക്ക് വരുവാണെങ്കിൽ അവർക്ക് സ്വീകാര്യത ഉണ്ട് എന്നുള്ള അഭിപ്രായക്കാരാണ് ഞാൻ. ഇപ്പം ഞാൻ വേറെ ഇപ്പം ഗണേഷ് കുമാർ പത്തനാപുരത്ത് ഇടതുപക്ഷം പുറകില്ല. ഗണേഷ് കുമാർ പത്തനാപുരത്ത് തോക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. ഇങ്ങനെ ഓരോ മണ്ഡലങ്ങൾ എടുത്തു കഴിഞ്ഞാൽ അപ്പോൾ ഒരു മൈക്രോ ലെവലിൽ ഒരു ആൻറ്റി ഇൻകംബൻസിയുടെ ഭാഗമായി തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ തോറ്റു എന്നുള്ളെങ്കിൽ പോലും അതിൽ പ്രതീക്ഷ വിടേണ്ട കാര്യമില്ല എന്നുള്ള മനോവീര്യം ഇടതുപക്ഷത്തിന് നഷ്ടപ്പെടേണ്ടതില്ല എന്നുള്ള ഉറച്ച വിശ്വാസക്കാരനാണ്. എന്നൊരു നിയമസഭാ തലത്തിലെ ഒരു മാക്രോ പൊസിഷൻ എടുത്താൽ ഇപ്പം ഇവിടെ തിരുവനന്തപുരം കോർപ്പറേഷൻ തന്നെ ഒരു 20-22 ഡിവിഷനുകളിലെങ്കിലും ഇടതുപക്ഷം പരാജയപ്പെട്ടത് നാമമാത്രമായ വോട്ടുകൾക്കായിരിക്കും. എനിക്കിപ്പോഴും ഞാൻ വിശ്വസിക്കാൻ ആഗ്രഹിക്കുന്നുണ്ട്, തിരുവനന്തപുരത്ത് ഈ പറയുന്ന ഡിവിഷനുകളുടെ ഒരു വിഭജനം അല്ലെങ്കിൽ അതിർത്തി മാറ്റം നമ്പർ കൂട്ടാതിരുന്നെങ്കിൽ, കഴിഞ്ഞ അതേ നമ്പറായിരുന്നെങ്കിൽ, കഴിഞ്ഞ അതേ അതിർത്തിയായിരുന്നെങ്കിൽ ഒരുപക്ഷെ ഇടതുപക്ഷം വിജയിച്ചിരുന്നു വിശ്വസിക്കുന്നവരാണ്. അപ്പം ഇതാണ് ഇതിൻ്റെ യഥാർത്ഥ നിജസ്ഥിതി. പക്ഷേ ഇതൊന്നും ഞങ്ങൾക്ക് ഈ പറഞ്ഞ പോലെ ഇതൊന്നും കുഴപ്പമില്ല, ഞങ്ങളെ ബാധിക്കുന്ന വിഷയമല്ല, നിയമസഭയിൽ ഞങ്ങൾക്ക് എന്ന് വിചാരിക്കുകയും ചെയ്യാൻ പാടില്ല. കോംപ്ലസൻസി വിടണം. പിന്നെ ബേസിക്കലി ഞാൻ ഈ സംഗീത പറഞ്ഞോടെ നമ്മുടെ ഒരു വെൽഫെയർ എന്നൊക്കെ ഉള്ളത് വളരെ കറക്റ്റാണ്. എന്താ കാരണം വെച്ചാൽ ഞാൻ എപ്പോഴും ഉത്തരേന്ത്യയിലെ BJP നേതാക്കളോടൊക്കെ പറഞ്ഞൊരു കാര്യമുണ്ട്, നിങ്ങൾക്കൊക്കെ കേരളത്തോടൊപ്പം എത്തണമെങ്കിൽ ഒരു 5 പതിറ്റാണ്ട് കാത്തിരിക്കണം. 5 പതിറ്റാണ്ട്. ഇവരൊക്കെ കേരളത്തിൽ ഈ പറയുന്ന സുഖവാസത്തിന് വേണ്ടിയിട്ടും വിനോദസഞ്ചാരത്തിന് വേണ്ടി വരുന്നവരാണ് ഇവരൊക്കെ. ഇവരോടൊക്കെ മനസ്സ് തുറന്ന് സംസാരിച്ചു നോക്കുക. ഞങ്ങളുടെ UP മധ്യപ്രദേശും ഛത്തീസ്ഗഡും രാജസ്ഥാനും ബീഹാറൊക്കെ നിങ്ങളുടെ ഒപ്പം എത്തണമെങ്കിൽ എത്ര വർഷം എടുക്കേണ്ടി വരും എന്ന് പറയുന്നവരാണ് ഇവരൊക്കെ. ഇപ്പം നമ്മളിപ്പോൾ ഇടതുപക്ഷത്തെ കുറ്റപ്പെടുത്താമെങ്കിൽ പോലും പല കാരണങ്ങൾ കൊണ്ട് നമുക്ക് വേണമെങ്കിൽ വിമർശിക്കാമെങ്കിൽ പോലും ഇടതുപക്ഷത്തെ ഈ ഒരു തലത്തിലേക്ക് എത്തിച്ചതിൽ ഇടതുപക്ഷത്തിന് പങ്കില്ലേ? കേരളത്തെ എത്തിച്ചതിൽ അവർ പങ്ക് വിസ്മയിക്കാൻ പറ്റുമോ? ഏറ്റവും പ്രധാനമായിട്ട് ഞാൻ ഡൽഹിയിൽ നിന്ന് കേരളത്തെ നോക്കിക്കാണുമ്പോൾ കേരളത്തിൻ്റെ ഏറ്റവും വലിയ സവിശേഷത എന്നും ആ സവിശേഷത നിലനിർത്തേണ്ടതിൽ ഇടതുപക്ഷത്തിൻ്റെ പങ്ക് എന്ന നിലയിൽ ഞാൻ കാണുന്നത് കേരളത്തിൻ്റെ സാമൂഹിക ഘടനയാണ്. അതായത് ക്രിസ്ത്യാനിയും മുസ്ലിമും ഹിന്ദു എന്നും പറഞ്ഞ് തിരിഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും കലഹിക്കാത്ത ഒരു നൈരന്തര്യമുള്ള ഒരു മതസൗഹാർദ്ദത്തിൻ്റെ ഒരു തലമുള്ള ഇന്ത്യയിലെ അപൂർവം തുരുത്തുകളിൽ ഒന്നാണ് കേരളം എന്ന് വിശ്വസിക്കുന്നതാണ്. നമ്മുടെ ഇടയിലേക്ക് വെറുപ്പും വിദ്വേഷമൊക്കെ ഇങ്ങനെ ഈ പറഞ്ഞ പോലെ ഫണം വിടർത്തി വരുന്നുണ്ടെന്നുള്ള കാര്യം ഞാൻ വിസ്മരിക്കുന്നില്ല. എങ്കിൽ പോലും കേരളത്തിൻ്റെ ഒരു സാമൂഹികപരമായിട്ടുള്ള ആരോഗ്യം, നമ്മുടെ ഒരു സോഷ്യൽ ക്യാപിറ്റൽ ഇത് നിലനിർത്തേണ്ടത് അനിവാര്യമാണ്. അതിൻ്റെ ഇടതുപക്ഷം എന്നുള്ള ആ ഒരു പ്രസ്ഥാനത്തിൻ്റെ സാന്നിധ്യം, അതിൻ്റെ വിജയം അനിവാര്യമാണെന്ന് വിശ്വസിക്കുന്ന ഒരു എളിയ പൊതുപ്രവർത്തനാണ് ഞാൻ. അങ്ങ് കണ്ണൂരിൽ നിന്ന് വരുന്ന ആളാണ്. അപ്പോൾ സ്വാഭാവികമായും കേരളത്തിൽ RSS എസ്റ്റാബ്ലിഷ് ചെയ്യുന്നതിനെ പ്രതിരോധിക്കാൻ നിരവധി ആളുകൾ മരിച്ചിട്ടുള്ള, CPMന്റെ ഭാഗത്ത് നിന്ന് ഏറ്റവും കൂടുതൽ രക്തസാക്ഷികൾ ഉണ്ടായിട്ടുള്ളത് RSSുമായിട്ടുള്ള അതിനെ പ്രതിരോധിക്കാനുള്ള അവരുടെ ശ്രമത്തിൻ്റെ ഭാഗമായിട്ടാണെന്ന്. അപ്പോൾ എങ്ങനെയാണ് CJP എന്ന് പറയുന്ന ഒരു നരേറ്റീവ് ഉണ്ടാവും? നമ്മൾ മുമ്പ് കോലീബി സഖ്യം എന്ന് പറയുന്ന സാധനം കേരളത്തിൽ ഒരു രാഷ്ട്രീയ സമവാക്യങ്ങളുടെ ഭാഗമായിട്ട് ഉപയോഗിക്കപ്പെട്ടിരുന്ന പ്രചാരത്തിലുണ്ടായിരുന്ന ഒരു സംഗതിയാണ്. അത് മാറിയിട്ട് ഈ പറയുന്ന തരത്തിൽ എല്ലാ അർത്ഥത്തിലും സംഘപരിവാറിന്റെ രാഷ്ട്രീയം കേരളത്തിൽ വരുന്നതിനെ തടഞ്ഞു നിർത്തുന്നതിൽ മുഖ്യ പങ്ക് വഹിച്ചിട്ടുണ്ട് എന്ന് ചരിത്രം പറയുന്ന, വസ്തുതാപരമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന CPMനെ BJPയുമായിട്ട് ചേർത്ത് കെട്ടിയ ഒരു നരേറ്റീവ് കേരളത്തിൽ അതിനെങ്ങനെയാണ് സ്വീകാര്യത കിട്ടിയത്? എന്ത് തരം സോഷ്യൽ ട്രാൻസ്ഫോർമേഷനാണ് അതിന് കാരണമായതെന്നാണ്? സ്വീകാര്യത കിട്ടിയതെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. ഞാൻ പറഞ്ഞല്ലോ, ഇപ്പം തെരഞ്ഞെടുപ്പിൽ തിരിച്ചടി ഉണ്ടായി എന്നുള്ളത്. ഇപ്പം ഓരോ പ്രചരണം ഞാൻ പറഞ്ഞു, സൈബർ പ്രചരണങ്ങളിലെ പ്രചരണത്തിൻ്റെ ഒരു പ്രത്യേക സ്വഭാവം എന്ന് പറഞ്ഞാൽ കേരളത്തിൽ മാന്യമായ രീതിയിലൊന്നും അല്ല അതിൻ്റെ പ്രചരണമൊക്കെ. ഇപ്പം CJP എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ പറയും കോൺഗ്രസ് ജനതാ പാർട്ടിയാണെന്ന് ഞാൻ പറയും. എന്താ കാരണം വെച്ചാൽ ഇന്നത്തെ ഒരു പ്രത്യേക സാമൂഹിക പരിസ്ഥിതിയിൽ
കോൺഗ്രസ് ആണ് ഇപ്പോൾ ഇവിടുത്തെ ഭാരതീയ ജനതാ പാർട്ടി ആയിരിക്കുന്നത്, അതുകൊണ്ട് CJP എന്ന് പറഞ്ഞാൽ അതെന്ന് പറയും. പക്ഷേ ഇടതുപക്ഷത്തിൻ്റെ ഒരു മാറ്റ് കുറയ്ക്കണമെങ്കിൽ സ്വാഭാവികമായിട്ടും അതിനെ അപകീർത്തിപ്പെടുത്തേണ്ടത് ഞങ്ങളുടെ രാഷ്ട്രീയ പ്രതിയോഗികൾക്ക് അനിവാര്യമായ ഒരു കാര്യമാണ്. അപ്പോൾ അതിനു വേണ്ടിയിട്ട് എന്തും ചെയ്യും, ഏത് രൂപത്തിൽ വേണമെങ്കിലും പണം മുടക്കിക്കൊണ്ട് ഒഴുക്കിക്കൊണ്ട് അവർ ചെയ്യുമെന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. പക്ഷേ ഞാനൊരു കാര്യം ചോട്ടെ, കേരളത്തിൽ ഈ ആൾക്കൂട്ട വിചാരണകളും ഞാൻ ഈ ബറേലിയിൽ സംഭവിച്ചത് ചൂണ്ടിക്കാണിക്കുന്ന പോലത്തെ സംഭവങ്ങളും കേരളത്തിൽ നടക്കുമോ? ഇല്ല. ഒരു ട്രെൻഡായിട്ട് നടക്കും. ഒറ്റപ്പെട്ട എവിടെയെങ്കിലും നിങ്ങൾ RSകാർ കൂടിയിട്ട് വേണമെങ്കിൽ നടത്തും. ഉദാഹരണം കാരോളിനെ പോലും ആക്രമിക്കുന്നത്. പക്ഷേ ഈ ഉത്തരേന്ത്യയിലൊക്കെ ബന്ദ് പ്രഖ്യാപിച്ച് കരോളിനെയും ക്രിസ്മസിനെയും തകർക്കുന്ന പോലെ കേരളത്തിൽ നടക്കില്ല. അത് കോൺഗ്രസ് ആണ്. ഞാൻ ഒറ്റ കാര്യം പറയാം, കോൺഗ്രസ്സിന് കേരളത്തിൽ RSനെ പ്രതിരോധിക്കാനുള്ള ഇച്ഛാശക്തിയോ സംഘടനാ പാഠവോ സമർപ്പിതമായിട്ടുള്ള ബുദ്ധിയോ ഇല്ലെന്നുള്ള വിശ്വാസക്കാരനാണ് ഞാൻ. അവർ തന്നെ സമ്മതിക്കുന്നു, കോൺഗ്രസ്സിന് ഒരിക്കലും BJP അല്ലെങ്കിൽ RSനെ പ്രതിരോധിക്കാൻ പറ്റില്ല. എന്ന കാരണം പകൽ കോൺഗ്രസും രാത്രി BJP എന്ന് പറഞ്ഞ് നടക്കുന്ന വിദ്വാന്മാരാണ് അതിൻ്റെ അകത്ത് കൂടുതലുള്ള ആൾക്കാർ. മാത്രമല്ല അവർക്ക് അങ്ങനെ ഒരു പ്രത്യയശാസ്ത്രപരമായിട്ടുള്ള ശുദ്ധി ഉണ്ടോ എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. ഉണ്ടെങ്കിൽ പ്രവർത്തക സമിതിയിൽ ഇരിക്കുന്ന ആരെങ്കിലും RSനെ പ്രവർത്തിക്കൂ, RSS മാറി എന്ന് പറയൂ. നമ്മുടെ ശശി തരൂർ ഉൾപ്പെടെയുള്ള ആൾക്കാർ പഴയ RSSും BJP അല്ല ഇന്നത്തെ എന്ന് പറയൂ. RSSന്റെ പ്രത്യയശാസ്ത്രത്തിൽ എന്തെങ്കിലും അണുകൂടെ മാറ്റം വന്നിട്ടുണ്ടോ? അതുമായിട്ട് മുന്നോട്ട് പോവുകയല്ലേ ചെയ്യുന്നത്. ആ ഒരു എഞ്ചിനീയറിംഗ് എല്ലാം നടന്നുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ. പക്ഷെ അത്തരക്കാർ പ്രവർത്തക സമിതിയിൽ പോലും ഇരിക്കുമ്പോൾ കേരളത്തിലെ കോൺഗ്രസ്സുകാർ RSSനെയും ഈ വെറുപ്പിൻ്റെയും വിദ്വേഷത്തിൻ്റെയും പ്രത്യയശാസ്ത്രത്തെ പ്രതിരോധിക്കുമെന്ന് ആരെങ്കിലും മോഹിക്കുന്നുണ്ടെങ്കിൽ അത് വ്യാമോഹം മാത്രമല്ലേ. അത് ജനങ്ങളെ ബോധ്യപ്പെടുത്താൻ ഞങ്ങൾക്ക് കഴിയണം, അത് വേറെ കാര്യം. പക്ഷേ ബോധ്യപ്പെടുത്താൻ കഴിയുമെന്നുള്ളൊരു ഉത്തമ വിശ്വാസം എനിക്കുണ്ട്. എന്താ കാരണം, ആത്യന്തികമായിട്ട് കേരള സമൂഹത്തിൻ്റെ നന്മയെ നിലനിർത്തേണ്ടത് ഇടതുപക്ഷത്തിൻ്റെ മാത്രം ആവശ്യമല്ല. ഇവിടെ ജീവിക്കേണ്ട, ഇവിടെ പെരുമാറേണ്ട ഏതൊരു വ്യക്തിയുടെയും പൗരൻ്റെയും ആവശ്യമാണ്. നമ്മുടെ നവോത്ഥാന നായകരൊക്കെ ഇങ്ങനെ ഈ കേരളത്തെ സ്ഫുടം ചെയ്തെടുത്താണ്. മുൻകാലങ്ങളിൽ വിവേകാനന്ദ സ്വാമി പറഞ്ഞ പോലെ ഒരു ഭ്രാന്താലയമായിരുന്ന ഒരു പശ്ചാത്തലം കേരളത്തിലുണ്ട്. ആ ഭ്രാന്താലയത്തിലേക്ക് കേരളം മടങ്ങിപ്പോകരുതെന്നുള്ള ഒരു ധാരണയുള്ളവരാണ് കേരളത്തിലെ എല്ലാ ആൾക്കാരും. അപ്പോൾ ആ ഒരു രൂഢമൂലമായിട്ടുള്ള ആ ഒരു പ്രതീക്ഷ ഇടതുപക്ഷത്തിന് കൈമുതലാകുമെന്നുള്ള കാര്യത്തിൽ തർക്കമില്ല എന്നുള്ള ഒരു വിശ്വാസക്കാരനാണ് ഞാൻ. ഇപ്പോൾ ഇടതുപക്ഷത്തു നിന്നും കൂടെ ആരെങ്കിലും കിട്ടാൻ വേണ്ടിയിട്ട് സ്വാഭാവികമായി കേരളത്തിൽ പറയുന്ന ഒരു ആർഗ്യുമെൻ്റാണ് തുടർച്ചയായി ഭരണം വരിക എന്ന് പറഞ്ഞാൽ കേരളം ബംഗാളായി മാറും, കേരളത്തിലെ CPM ബംഗാളിലെ CPM പോലെ ആയി മാറും, അവിടെ ഏകാധിപത്യ പ്രവണതകൾ ഉടലെടുക്കും എന്നൊക്കെ പറയുന്നത്. അപ്പം ആ തരത്തിലൊരു വാദം എത്രമാത്രം ശരിയാണെന്നാണ്? അല്ല, അതൊരു സ്റ്റീരിയോ ടൈപ്പ് വാദമാണ്. എന്താ കാരണം, ഇപ്പോൾ പറഞ്ഞാൽ ബംഗാളിൽ CPM ഭരിച്ചിരുന്ന സമയത്തുണ്ടായിരുന്ന സാമൂഹ്യ രാഷ്ട്രീയ ഗുണമേന്മ ഇന്നത്തെ ബംഗാളിലുണ്ടോ? ഇല്ല എന്നുള്ള വിശ്വാസക്കാരൻ ഞാൻ. അപ്പം CPM അവിടെ അധികാരത്തിൽ നിന്ന് പോയ ശേഷം ബംഗാളിൽ എന്തെങ്കിലും അഭിവൃദ്ധി ഉണ്ടായോ? ബംഗാൾ കീഴ്പോട്ട് പോവുകയല്ലേ ഇത്. ബംഗാളിൽ BJP പ്രധാനപ്പെട്ട രാഷ്ട്രീയ പാർട്ടിയായിട്ട് ഉയരുകയല്ലേ ചെയ്യുന്നത്. അവിടെ ഇപ്പോഴും വർഗീയ കലാപങ്ങൾ നടക്കുന്നല്ലേ, എന്തെല്ലാം അസ്വാസ്ഥ്യങ്ങൾ നടക്കുന്നത്. ഇപ്പം ത്രിപുരയിൽ CPM അധികാരത്തിൽ നിന്ന് പോയ ശേഷം ത്രിപുരയുടെ സാമൂഹ്യ സാമ്പത്തിക സമവാക്യങ്ങളിൽ എന്തെങ്കിലും അഭിവൃദ്ധി ഉണ്ടായി എന്ന് ആരെങ്കിലും പറയില്ല. അപ്പോൾ അതൊരു സ്റ്റീരിയോ ടൈപ്പ് പ്രയോഗമാണ്. രണ്ടാമത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് വെച്ചാൽ, ഇപ്പോൾ കേരളത്തിൽ ഇടതുപക്ഷം മൂന്നാമത് വരിക എന്ന് പറയുന്നൊരു വിപത്താണ് എന്ന് പറയുന്നത് തന്നെ അപകടം. എന്താ കാരണം, കേരളം ഏറ്റവും കൂടുതൽ മാറിയ ഒരു സാഹചര്യമാണ് കഴിഞ്ഞ 10 വർഷം. എതിരാളികൾ പോലും സമ്മതിക്കുന്ന കാര്യം. കേരളത്തിൻ്റെ തളർച്ച എന്ന് പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ടത് കേരളത്തിൻ്റെ വികസന പരിപ്രേക്ഷ്യത്തിലായിരുന്നു. പ്രത്യേകിച്ച് അടിസ്ഥാന മേഖലയിലുള്ള പദ്ധതികളുടെ കാര്യത്തിൽ ഒരു കുതിച്ചുകയറ്റം ഉണ്ടായിരുന്നു. ഞാനിപ്പോൾ ഒരു ലളിതമായൊരു കാര്യം പറയാം. നമ്മുടെ കേരള സമൂഹത്തിലേക്ക് 1 ലക്ഷം 2 ലക്ഷം കോടി രൂപയ്ക്ക് അടുത്ത് ഇവിടെ പമ്പ് ചെയ്യപ്പെട്ടു. അത് നമ്മുടെ സാമ്പത്തിക ക്രമത്തെ എത്രത്തോളം കരുപ്പിടിപ്പിച്ചു, ദൃഢപ്പെടുത്തി എന്നുള്ള കാര്യം നമുക്ക് ചിന്തിച്ചാൽ മനസ്സിലാവും. ഇപ്പം കേരളത്തിലൊരു പട്ടിണി കിടക്കുന്നവരുണ്ടോ? ഇല്ല എന്ന് വിശ്വസിക്കുന്നവരാണ്. ഒരു ദിവസം വേണമെങ്കിൽ ഭക്ഷണം, അല്ലാതെ നിരന്തരമായിട്ട് നമ്മൾ ഉത്തരേന്ത്യയിലൊക്കെ പോകുമ്പോൾ, അതായത് മൃഗതുല്യമായ ജീവിതം നയിക്കുന്ന 10,000-കണക്കിന് ലക്ഷക്കണക്കിന് ആൾക്കാരെ നിങ്ങൾ ഉത്തരേന്ത്യയിൽ കാണാൻ പറ്റും. മൃഗതുല്യമായ. ഇവിടെ വിദ്യാഭ്യാസവും ആരോഗ്യവും ജീവിക്കാനുള്ള ഒരു സാഹചര്യവും ഒക്കെ
എങ്ങനെ സംജാതമായി എന്നുള്ള കാര്യം മനസ്സിലാക്കണം. ഒരു പക്ഷേ ഒരു 2 വർഷം കൂടി കഴിഞ്ഞാൽ, 1 വർഷം കൊണ്ട് കഴിഞ്ഞാൽ കേരളത്തിൻ്റെ അടിസ്ഥാന മേഖലയിൽ എന്തൊരു മാറ്റമായിരിക്കും നമ്മുടെ കണ്ണിൽ കാണുന്നത്. ഞാനൊക്കെ ഇപ്പോൾ നാട്ടിലേക്ക് പോകുമ്പോൾ ഞാൻ പഠിച്ച പയ്യന്നൂർ കോളേജിൽ നിന്ന് എനിക്ക് തിരിച്ചറിയാൻ പറ്റുന്നില്ല. എന്താ കാരണം വെച്ചാൽ ഈ റോഡൊക്കെ വന്ന് ഇതൊക്കെ അങ്ങ് മാറി, നാട് മാറി. മാറ്റത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വഴിത്തിരിവിലാണ് നമ്മൾ. ഈ വഴിത്തിരിവുണ്ടാക്കിയതാരാ? ഇടതുപക്ഷമല്ലേ. ഇതൊക്കെ സമ്മതിക്കുകയും ചെയ്യും. എന്നിട്ട് ഇങ്ങനെ സ്റ്റീരിയോ ടൈപ്പായിട്ട് ഇങ്ങനെ ഈ മണിപ്രഭാണം പറയുന്ന പോലെ മൂന്നാമത് തടയണം. ഒന്നും രണ്ടും ഇടതുപക്ഷം വന്നതുകൊണ്ടല്ലേ നമ്മുടെ നാട് മാറിയത്. നമ്മുടെ നാടിപ്പം ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങളുമായിട്ട് എടുത്തു വെച്ച് നോക്കുമ്പോൾ എത്ര കാതം നമ്മൾ മുമ്പിലാണ് പല കാര്യങ്ങളിലും. നമുക്ക് വലിയ സമ്പത്തൊന്നും ഉണ്ടാവും. ഈ സമ്പത്തിന് വേണ്ടിയിട്ടാണ് ആത്യന്തികമായിട്ട്. ഗുജറാത്ത് സമ്പന്നമായ സംസ്ഥാനമാണ്. ഗുജറാത്തിൽ മുസ്ലിങ്ങൾക്കും ഹിന്ദുക്കൾക്കും ഒരുമിച്ച് താമസിക്കാൻ പറ്റുന്ന ഹൗസിംഗ് കോളനി ഉണ്ടോ? ഇല്ല. അവിടെ മുസ്ലിം സമുദായം ഗെറ്റോയിസ്റ്റായി. ഇപ്പൊ ഞാൻ ഡൽഹിയിൽ എത്ര പതിറ്റാണ്ടുകളായി ജീവിക്കുന്ന ഡൽഹിയിൽ ഒരു മുസ്ലിമിന് ഒരു വീട് വാടകയ്ക്ക് കിട്ടുമോ? കിട്ടും. മുസ്ലിങ്ങൾ തിങ്ങിപ്പാർക്കുന്ന സ്ഥലത്ത് മാത്രം. സാധാരണയുള്ള ഒരു ഹൗസിംഗ് കോളനിയിൽ ഒരു മുസ്ലിമിന് വീട് കിട്ടില്ല. ഇതിൻ്റെയൊക്കെ മേന്മ, മൂല്യം, ഇതൊക്കെ എങ്ങനെ നമ്മൾ തിട്ടപ്പെടുത്തും? ഇതൊക്കെ 10,000 കോടിയാണോ 20,000 കോടിയാണോ? അതിനേക്കാൾ എത്രയോ ഉയർന്നതാണ് നമ്മുടെ സാമൂഹ്യ ക്യാപിറ്റൽ എന്ന് പറയുന്നത്, മൂലധനം എന്ന് പറയുന്നത്. ഇതൊക്കെ സൃഷ്ടിച്ചതാരാണ്? ഇതൊക്കെ സൃഷ്ടിക്കുന്നതിന് ഇടതുപക്ഷത്തിനൊരു പങ്കില്ലേ? അങ്ങയുടെ രാജ്യസഭ ടെന്യൂർ അതിൻ്റെ 3/2 ഭാഗം പൂർത്തിയായിട്ടുണ്ട്. അങ്ങ് വീണ്ടും ഒരു സജീവ പാർലമെന്ററി രാഷ്ട്രീയത്തിൽ തുടരുമോ? സംസ്ഥാന രാഷ്ട്രീയത്തിലേക്ക് വരുമോ? അതോ വീണ്ടും മാധ്യമ ലോകത്തേക്ക് മടങ്ങാനാണോ സാധ്യത? സംഗീത ചോദിച്ചത് നന്നായി. എന്താ കാരണം വെച്ചാൽ ഒരുപാട് പേര് പലതും അവിടെയൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ഇത് ചിലർ എനിക്ക് അയച്ചു തരുമ്പോൾ എനിക്ക് ഭയങ്കര തമാശ തോന്നുന്നുണ്ട്. ഇതിനെ സത്യം ഞാൻ പറയട്ടെ, എൻ്റെ ജീവിതം എന്ന് പറയുന്നത്, എൻ്റെ ജീവിതത്തിൽ ഞാൻ ഏതെങ്കിലും പദവിയിലേക്കോ തസ്തികയിലേക്കോ ഉത്തരവാദിത്തത്തിലേക്കോ വന്നിട്ടുണ്ടെങ്കിൽ തികച്ചും ആകസ്മികമായിട്ടാണ്. വേണം ബണ്ടിൽ ഓഫ് ആക്സിഡൻസ് എന്ന് പറയും, കോയിൻസിഡൻസ് എന്ന് പറയും. ഞാൻ മാധ്യമപ്രവർത്തനത്തിലേക്ക് വന്നത് തന്നെ ഒരു ആകസ്മികമാണ്. ഞാൻ അച്ചടി മാധ്യമത്തിൽ നിന്ന് ദൃശ്യമാധ്യമത്തിലേക്ക് വന്നത് തന്നെ ഒരു ആകസ്മികമായിട്ടാണ്. ദൃശ്യമാധ്യമത്തിലെ ഒരു മാധ്യമപ്രവർത്തകരിൽ നിന്ന് ഒരു മാനേജ്മെൻറ്റ് തലത്തിലേക്ക് ഉയർത്തപ്പെട്ടത് തന്നെ ആകസ്മികമാണ്. എൻ്റെ ജീവിതത്തിലെ എല്ലാ ആകസ്മികതകളാണ്. അപ്പോൾ ആകസ്മികതകൾ കൊണ്ട് ഒരു പ്രളയം തീർത്ത എൻ്റെ ജീവിതത്തിൽ ഇനി അടുത്തത് ജോൺ ബ്രിട്ടാസ് കൃത്യമായിട്ട് വരയ്ക്കുന്ന വരയിലൂടെയാണ് എന്ന് വിശ്വസിക്കാൻ എനിക്ക് പറ്റുമോ? ഇല്ല. അതുകൊണ്ട് അടുത്ത ആകസ്മികതകൾക്ക് വേണ്ടി നമുക്ക് കണ്ണു നടാം, കാതോർക്കാം. അതിനിടയിൽ എന്തെങ്കിലുമൊക്കെ കാൽപ്പനിക കഥകൾ എഴുതാൻ സംഗീതത്തിന് പറ്റുമെങ്കിൽ എഴുതിക്കൊള്ളുക ധൈര്യമായിട്ട്, ഒരു പ്രശ്നവുമില്ല. അങ്ങയുടെ പറഞ്ഞ സമയത്തേക്കാൾ കൂടുതൽ ഞങ്ങൾ എടുത്തിട്ടുണ്ട്. നന്ദി.